നമ്മളിതിൽ നോക്കുന്നത് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, രണ്ട് സർക്യൂട്ട്സ് ഉണ്ട്. ഒന്ന് ക്ലിപ്പിംഗ് സർക്യൂട്ടും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലാമ്പർ സർക്യൂട്ടും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ക്ലിപ്പിംഗ് സർക്യൂട്ട്. ഓക്കെ, ക്ലിപ്പിംഗ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്ന ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് ടെർമിനലും ഒരു ജംഗ്ഷനും ആയിരിക്കും. പി എൻ ജംഗ്ഷൻ, രണ്ട് ടെർമിനലും അതേപോലെ ഒരു ജംഗ്ഷൻ. ഓക്കെ, ഇതാണ് ഡയോഡിൻ്റെ സിമ്പിൾ. ആ രണ്ട് ടെർമിനൽ എന്ന് പറയുന്നത് ആനോഡും അതേപോലെ കാഥോഡും. ഓക്കെ, അത്ര. ദെൻ ഇത് ഡയോഡിൻ്റെ ബേസിക് ഇക്വേഷനാണ്. I = I0 e⁻v/eta vt - 1 ആംപിയർ. ദാറ്റ് മച്ച് കറണ്ട് ആയിരിക്കും ഡയോഡ് വഴി ഫ്ലോ ചെയ്യുന്നത്. ഇതിൽ ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയും. അതായത് ഡയോഡിൽ റീകോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. ജെർമേനിയം ഡയോഡ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ ഈറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ വി എന്ന് പറയുന്നത് ഇത് അപ്ലൈഡ് വോൾട്ടേജ്. അതായത് ഡയോഡിൽ നമുക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ഫോർവേഡ് ബയസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സ് ബയസ് ചെയ്യാം. ഓക്കെ, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫോർവേഡ് ബയാസും, ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, റിവേഴ്സ് ബയാസിങ്ങും. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, ഫോർവേഡ് ബയാസിങ്ങും അതേപോലെ റിവേഴ്സ് ബയാസിങ്ങും. ഓക്കെ, നൗ ഈറ്റയുടെ വാല്യൂ ഓൾറെഡി പറഞ്ഞു. അതുപോലെ വി ടി = K/T. വി ടി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇക്വലൻ്റ് ഓഫ് ടെമ്പറേച്ചർ. വി ടി ഈസ് കോൾഡ് വോൾട്ടേജ് ഇക്വലൻ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഇത്രയാണ് ഡയോഡ് ഈ ക്ലിപ്പർ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡയോഡിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്ര. അതേപോലെ ഡയോഡിന് രണ്ട് കണ്ടീഷനുണ്ട്. ഒന്ന് ഫോർവേഡ് ബയാസിങ്ങും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ്ങും. ഫോർവേഡ് ബയാസിംഗ് എന്ന് മീൻ ചെയ്യുന്നത് എന്താ? ഫോർവേഡ് ബയാസിംഗ് എന്ന് മീൻ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഒരു ഡയോഡ് എടുക്കുന്നു. ഡയോഡിൻ്റെ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കണക്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫോർവേഡ് ബയാസിംഗ്. ആനോഡിൻ്റെ പോസിറ്റീവിൽ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കണക്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് ചെയ്യുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഡയോഡ് കണ്ടക്ട്സ്. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്ട്സ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു. ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു. വി കോൾ ഇറ്റ് ആസ് റിവേഴ്സ് ബയാസിംഗ്. ഈ കേസിൽ ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ക്ലിപ്പർ സർക്യൂട്ടിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഇതിൽ ഡയോഡ് എടുക്കുകയാണെങ്കിൽ ഡയോഡിൽ 3 മോഡലുണ്ട്. ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഐഡിയൽ ഡയോഡ് മോഡൽ. ദിസ് ഈസ് ഐഡിയൽ ഡയോഡ് മോഡൽ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡൽ. ഈ പീസ് വൈസ് മോഡൽ എടുക്കുകയാണെങ്കിൽ പീസ് വൈസ് മോഡലിൽ തന്നെ രണ്ട് കണ്ടീഷനുണ്ട്. പീസ് വൈസ് മോഡൽ വിത്ത് RF = 0. ദാറ്റ് ഈസ് RF എന്ന് മീൻ ചെയ്യുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അതിന് എനിവേ RF = 0. തേർഡ് കേസ് എന്ന് പറയുന്നത് പീസ് വൈസ് ലീനിയർ മോഡൽ വിത്ത് RF ≠ 0. അതായത് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ 3 കേസ് വരുന്നുണ്ട്. ക്ലിപ്പർ സർക്യൂട്ടിൽ നമ്മളിതിൽ ഏതെങ്കിലും ഒരു മോഡൽ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും നമ്മൾ ചെയ്യുന്ന ഐഡിയലിനും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതായത് ഒരേ സർക്യൂട്ടിനെ തന്നെ ഐഡിയലിനും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതേപോലെ പീസ് വൈസിനും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 1-2 സർക്യൂട്ട് നമ്മൾ അങ്ങനെ നോക്കാം. ഓക്കെ, സോ ആദ്യത്തേത് ഐഡിയൽ മോഡൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിൽ എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയും ആയിരിക്കും. ഇപ്പോൾ വോൾട്ടേജും കറണ്ടുമാണ് എടുക്കുന്നതെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലും കറണ്ട് നമ്മൾ എടുക്കുന്നത് വൈ ആക്സിസിലുമാണ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വി ഗാമ = 0. വി ഗാമ എന്ന് മീൻ ചെയ്യുന്നത് ഒരു ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുവാണെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുന്നു. ഇത് പി ടൈപ്പ്, അതേപോലെ ഇത് എൻ ടൈപ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലത്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലത്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഡയോഡ് എടുക്കുവാണെങ്കിൽ രണ്ട് ടെർമിനലായിരിക്കും, ആനോഡും അതേപോലെ കാഥോഡും. ഓക്കെ, ഇതിൽ ആനോഡ് പോസിറ്റീവിലും കാഥോഡ് നെഗറ്റീവിലും കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയും.
അതേപോലെ ആനോഡ് നെഗറ്റീവിലും കാഥോഡ് പോസിറ്റീവിലും കണക്ട് ചെയ്യുവാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് റിവേഴ്സ് ബയാസിങ്. ഓക്കെ, ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഡയോഡ് ഹെവി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു. റിവേഴ്സ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഡയോഡ് എന്തുമായിരിക്കും, കണ്ടക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇത്ര. സോ ഒരു ഡയോഡിൻ്റെ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിങ്ങിലോട്ട് ആദ്യം പോകും. അതുപോലെ 3 മോഡൽ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ഐഡിയൽ മോഡൽ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡൽ, തേർഡ് വൺ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡൽ വിത്ത് ആർ എഫ്. ആർ എഫ് എന്ന് പറയുന്നത് ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. വി കോൾ ഇറ്റ് ആസ് ഫോർവേഡ് റെസിസ്റ്റൻസ്. എന്താണ് ഫോർവേഡ് റെസിസ്റ്റൻസ്? അതേപോലെ അതുമായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ട് 3 ഗ്രാഫ് കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഗ്രാഫിൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊക്കെ പറയാം. ഓക്കെ, ഇനി അതിന് മുന്നേ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എങ്ങനെയാണെന്നുള്ളതൊക്കെ എത്ര. സോ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 ടെർമിനൽ കാണും. ഒരു പി ടൈപ്പ് ഉണ്ടാകും, അതേപോലെ എൻ ടൈപ്പ് ഉണ്ടാകും. പി ടൈപ്പ് എന്താണ്? പി ടൈപ്പ് എന്ന് പറയുന്നത് ഫോർത്ത് ഗ്രൂപ്പിൽ തേർഡ് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുവാണെങ്കിൽ, പീരിയോഡിക് ടേബിളിലെ ഫോർത്ത് ഗ്രൂപ്പിൽ തേർഡ് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് പി ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, അതേപോലെ ഫോർത്ത് ഗ്രൂപ്പിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയലാണ് എൻ ടൈപ്പ് മെറ്റീരിയൽ. അങ്ങനെ 2 മെറ്റീരിയൽ ഉണ്ട്, പി ടൈപ്പ് ഉണ്ട്, അതേപോലെ എൻ ടൈപ്പ് ഉണ്ട്. ഫോർത്ത് ഗ്രൂപ്പിൽ തേർഡ് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് പി ടൈപ്പ് മെറ്റീരിയലും, ഫോർത്ത് ഗ്രൂപ്പിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എൻ ടൈപ്പ് മെറ്റീരിയലും ആയിരിക്കും. ഓക്കെ, ഫോർത്തിൽ തേർഡ് ആണെങ്കിൽ പി ടൈപ്പും, ഫോർത്തിൽ ഫിഫ്ത്ത് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എൻ ടൈപ്പ് മെറ്റീരിയലും ആയിരിക്കും. ഇനി ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എടുത്താൽ അതിലെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്? അതേപോലെ എൻ ടൈപ്പ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്? പി ടൈപ്പ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും പി ടൈപ്പിൽ. അതേപോലെ പി ടൈപ്പിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസാണ്. ഓക്കെ, ഇപ്പോൾ പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും പി ടൈപ്പിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസും. ഇതേപോലെ എൻ ടൈപ്പ് എടുക്കുന്നു. എൻ ടൈപ്പിന് ദിസ് ഈസ് ഫോർ പി ടൈപ്പ്. അതേപോലെ എൻ ടൈപ്പ് എടുക്കുന്നു. എൻ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ എൻ ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ്, ഇൻ ദ കേസ് ഓഫ് എൻ ടൈപ്പ് മെജോറിറ്റി കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ്. അതേപോലെ എൻ ടൈപ്പിലെ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ്. ഓക്കെ, ലിസൺ, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രീ ഇലക്ട്രോൺസും അതേപോലെ വാലൻസ് ഇലക്ട്രോൺസും. ഓക്കെ, രണ്ടും 2 കോൺസെപ്റ്റാണ്, ഫ്രീ ഇലക്ട്രോൺസും അതേപോലെ വാലൻസ് ഇലക്ട്രോൺസും. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് മീൻ ചെയ്യുന്നത് ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് ഒരിക്കലും കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം എന്താ? ഈ വാലൻസ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിലായിരിക്കും. ന്യൂക്ലിയസ് അതിനെ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കും. അതുകൊണ്ട് ഒരിക്കലും വാലൻസ് ഇലക്ട്രോൺസ് കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നില്ല. കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമായിരിക്കും. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. 2 മെറ്റീരിയൽ, പി ടൈപ്പ് അതേപോലെ എൻ ടൈപ്പ്. പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോർത്ത് ഗ്രൂപ്പിൽ തേർഡ് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുന്നതും, എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോർത്ത് ഗ്രൂപ്പിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുന്നതും. ഓക്കെ, സോ ഫോർത്ത് ഗ്രൂപ്പിൽ തേർഡ് ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുന്നത് പി ടൈപ്പും, ഫോർത്തിൽ ഫിഫ്ത്ത് ഡോപ്പ് ചെയ്യുന്നത് എൻ ടൈപ്പും. ഓക്കെ, പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസും. എൻ ടൈപ്പ് എടുക്കുന്നു, അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, നൗ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്ക്. ഇനിഷ്യലി പി ടൈപ്പും എൻ ടൈപ്പും, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പി ടൈപ്പും എൻ ടൈപ്പും ആണല്ലോ, പിയും അതേപോലെ തന്നെ. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിലെ പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇനിഷ്യലി വെൻ വി കമ്പൈൻ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ, എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുന്നു. പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയലും അതേപോലെ എൻ ടൈപ്പ് മെറ്റീരിയലും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, പി ടൈപ്പും എൻ ടൈപ്പും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണല്ലോ. ഫോർ എക്സാമ്പിൾ പി ടൈപ്പിൽ ഒരു 6 ഹോൾ എടുത്തു. എൻ ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസാണ്. ഒരു 6 ഫ്രീ ഇലക്ട്രോൺസ് എടുത്തു. അപ്പോൾ ഹോളും ഫ്രീ ഇലക്ട്രോണും തമ്മിൽ കമ്പൈൻ ചെയ്യുക. ഹോൾസും ഫ്രീ ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. ജസ്റ്റ് ആ വേണ്ട കോൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹോൾ പ്ലസ് ഫ്രീ ഇലക്ട്രോൺ gives valence electrons. Hole plus free electron gives valence electrons. ഓക്കെ, അത്രേ. ഹോളും ഫ്രീ ഇലക്ട്രോണും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും.
ഈ കോമ്പിനേഷൻ നടക്കാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജിൻ്റെ റിക്വയർമെൻ്റ് ഒന്നും വരുന്നില്ല. ഒരു എക്സ്റ്റേണൽ വോൾട്ടേജിൻ്റെ റിക്വയർമെൻ്റ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് എടുത്ത് കമ്പൈൻ ചെയ്യുന്നു. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് കൂടുതലാണ്. എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലാണ്. ജസ്റ്റ് ഒരു പി ടൈപ്പും എൻ ടൈപ്പും കമ്പൈൻ ചെയ്താൽ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയിലെ ഹോളും എന്നിലെ ഫ്രീ ഇലക്ട്രോൺസും തമ്മിൽ കമ്പൈൻ ആവും. ഓക്കെ, പിയിലെ ഹോൾസും എന്നിലെ ഫ്രീ ഇലക്ട്രോൺസും തമ്മിൽ കമ്പൈൻ ചെയ്യും. ഓക്കെ, കമ്പൈൻ ചെയ്ത് എന്ത് പറ്റും? ഫ്രീ ഇലക്ട്രോണും ഹോളും കമ്പൈൻ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ബാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഓക്കെ, സംഭവിക്കുന്ന വേറൊരു കാര്യം, പി ഇലക്ട്രോൺസിലെ ഹോൾസ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച്, അതേപോലെ എൻ ടൈപ്പിലെ ഫ്രീ ഇലക്ട്രോൺസ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പി ടൈപ്പിലെ അയോൺ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ എൻ ടൈപ്പിലെ അയോൺസും ഇൻക്രീസ് ചെയ്യുന്നു. പിയിലെ അയോൺസും ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ എന്നിലെ അയോൺസും ഇൻക്രീസ് ചെയ്യുന്നു. പിയിൽ ഇൻക്രീസ് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. എന്നിൽ ഇൻക്രീസ് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആയിരിക്കും. പിയിൽ നെഗറ്റീവ് അയോൺസും എന്നിൽ പോസിറ്റീവ് അയോൺസും. ഓക്കെ, ഈ നെഗറ്റീവ് അയോൺസിന് പറയുന്ന പേരുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് അക്സെപ്റ്റർ അയോൺസ് എന്നാണ് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് അക്സെപ്റ്റർ അയോൺസ്. അതേപോലെ ഈ പോസിറ്റീവ് അയോൺസിന് പറയുന്ന പേര് വി കോൾ ഇറ്റ് ആസ് ഡോണർ അയോൺസ്. ഓക്കെ, സോ പി ടൈപ്പിലെ നെഗറ്റീവ് അയോൺസും എൻ ടൈപ്പിലെ പോസിറ്റീവ് അയോൺസും, ഈ നെഗറ്റീവ് അയോൺസിന് നമ്മൾ പറയുന്നത് അക്സെപ്റ്റർ അയോൺസും എൻ ടൈപ്പിലെ പോസിറ്റീവ് അയോൺസിന് നമ്മൾ പറയുന്നത് ഡോണർ അയോൺസും. ഓക്കെ, അപ്പോൾ പിയും എന്നും. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൽ 6 ഹോളുണ്ട്, അതേപോലെ 6 ഫ്രീ ഇലക്ട്രോൺസ് ഞാൻ തന്നിരിക്കുന്നത്. അതൊന്ന് റെഡ്യൂസ് ചെയ്ത് ഈ 6 ഹോൾ എന്നുള്ളത് ഒരു 3 ഹോളായിട്ട് മാറുന്നു. അസ്യൂം ചെയ്യുവാണ് ഇവിടെ ഒരു 3 ഹോളായിട്ട് മാറുന്നു. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് എത്ര നെഗറ്റീവ് അയൺസ് ആയിരിക്കും വരുന്നത്? 3 നെഗറ്റീവ് അയൺസ് ആയിരിക്കും വരുന്നത്. 3 നെഗറ്റീവ് അയൺസ്. അതേപോലെ എൻ സൈഡിൽ 6 ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഈ 6 ഫ്രീ ഇലക്ട്രോൺ എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് 3 ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്ത് വരുന്നു? 3 പോസിറ്റീവ് അയോൺസ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു സൈഡിൽ നെഗറ്റീവ് അയോൺസും ഒരു സൈഡിൽ പോസിറ്റീവ് അയോൺസും. ഓക്കെ, നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും. ഓക്കെ, സോ ഫർദർ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിപ്ലേഷൻ റീജിയൻ എന്ന് പറയുന്ന ഒരു റീജിയൻ ഫോം ചെയ്യുന്നു. ഡിപ്ലേഷൻ റീജിയൻ. വാട്ട് ഈസ് മീൻ ബൈ ഡിപ്ലേഷൻ റീജിയൻ? ഡിപ്ലേഷൻ റീജിയൻ്റെ വേർഡ് മീനിങ് ഇത്രയേ ഉള്ളൂ. ഡിപ്ലേഷൻ റീജിയൻ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ്. ഓക്കെ, ഈ ഡിപ്ലേഷൻ റീജിയൻ എന്ന് പറയുന്നത് ഫ്രീ ചാർജ് കാരിയേഴ്സ് അവിടെ ഉണ്ടാവത്തില്ല. ഫ്രീ ചാർജ് കാരിയേഴ്സ് എന്ന് മീൻ ചെയ്യുന്നത് ഹോൾസും ഫ്രീ ഇലക്ട്രോൺസും ആണ്. ഫ്രീ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും അതേപോലെ ഫ്രീ ഇലക്ട്രോൺസും, ഇത് രണ്ടുമാണ് ഫ്രീ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. മറിച്ച് അവിടെ എന്തായിരിക്കും കാണുന്നത്? ഹോൾസിനും ഫ്രീ ഇലക്ട്രോൺസിനും പകരം അവിടെ ഉണ്ടാവുന്നത് വാലൻസ് ഇലക്ട്രോൺസ് മാത്രമായിരിക്കും. ഓക്കെ, അവിടെ ഉണ്ടാവുന്നത് വാലൻസ് ഇലക്ട്രോൺസ് മാത്രമായിരിക്കും. ഏത് റീജിയനിലാണ്? ഡിപ്ലേഷൻ റീജിയനിൽ. ഓക്കെ, അപ്പോൾ ഡിപ്ലേഷൻ റീജിയനിൽ വാലൻസ് ഇലക്ട്രോൺസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, സോ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു. പി ടൈപ്പ്, അതേപോലെ എൻ ടൈപ്പ്. പി ടൈപ്പിൽ ഹോൾസ് ഉണ്ട്, എൻ ടൈപ്പിൽ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പി ടൈപ്പും എൻ ടൈപ്പും ആണ്. പി ടൈപ്പ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് 4th ഗ്രൂപ്പിൽ 3rd ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് പി ടൈപ്പ് മെറ്റീരിയൽ ഫോം ചെയ്യും. അതേപോലെ 4th ഗ്രൂപ്പിൽ 5th ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് എൻ ടൈപ്പ് മെറ്റീരിയൽ ഫോം ചെയ്യും. പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഹോൾസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. എൻ ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആണ്. ഓക്കെ, ഇത്രയും പിയും എന്നും കൂടെ കമ്പൈൻ ചെയ്യുന്നു. പിയിലെ മെജോറിറ്റി കാരിയേഴ്സും എന്നിലെ ഫ്രീ ഇലക്ട്രോൺസും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? പിയിലെ ഹോളും എന്നിലെ ഫ്രീ ഇലക്ട്രോണും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പിയിലെ ഹോൾ റെഡ്യൂസ് ചെയ്യുന്നു. അതിന് പകരം അവിടെ ജനറേറ്റ് ചെയ്യുന്നത് അക്സെപ്റ്റർ അയോൺസ് ആയിരിക്കും. എന്നിലെ നെഗറ്റീവ് ഇലക്ട്രോൺസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. അതിന് പകരം അവിടെ ജനറേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് അയോൺസും ആയിരിക്കും. എനിവേ അവിടെ പിയിൽ എന്തുണ്ടായി? പിയിൽ അക്സെപ്റ്റർ അയോൺസ് ഉണ്ടായി. എന്നിൽ വന്നിട്ട് എന്തോ ആയിരിക്കും? ഡോണർ അയോൺസും ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്ലേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഹോൾസും ഫ്രീ ഇലക്ട്രോൺസും ഫ്രീ ആയിട്ടുള്ള റീജിയൻ. ഇവിടെ ഹോളും ഇല്ല, അതേപോലെ ഫ്രീ ഇലക്ട്രോണും ഇല്ല. വി കോൾ ഇറ്റ് ആസ് ഡിപ്ലേഷൻ റീജിയൻ. ഇതിനൊരു വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ വോൾട്ടേജ് ആണ് ഇവിടെ വേണ്ടത്. ഈ കാണിച്ചിരിക്കുന്ന ആ വോൾട്ടേജ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ്, ഇത് 0 ആണ്, സോറി, ഇത് രണ്ടും കാണിച്ചിരിക്കുന്ന ആ വോൾട്ടേജ്. ഇതിനൊരു വോൾട്ടേജ് ഉണ്ട്. ഈ വോൾട്ടേജിന് വി കോൾ ഇറ്റ് ആസ്, ഈ വോൾട്ടേജിന് നമ്മൾ പറയുന്നത് ഡിപ്ലേഷൻ റീജിയനിലെ വോൾട്ടേജ്. ഓക്കെ, ആ വാല്യൂവിനെ ഗ്രാഫിൽ നമ്മൾ പറയുന്നത് നീ വോൾട്ടേജ് എന്നാണ്. വി കോൾ ഇറ്റ് ആസ് നീ വോൾട്ടേജ്, അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്നോ അതിന് വേറൊരു പേരുണ്ട്, കട്ട് ഇൻ വോൾട്ടേജ്. നീ വോൾട്ടേജ് അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ്. ഓക്കെ,
ഈ കട്ട് ഇൻ വോൾട്ടേജ് സിലിക്കൻ്റെ കേസിൽ 0.7 വോൾട്ട് ആയിരിക്കും, ജെർമേനിയത്തിൻ്റെ കേസിൽ 0.3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, സിലിക്കൻ്റെ കേസിൽ 0.7 വോൾട്ടും ജെർമേനിയത്തിൻ്റെ കേസിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 0.3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ക്ലിപ്പർ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ വാല്യൂ അറിഞ്ഞിരിക്കണം. ഓക്കെ, എത്രയൊക്കെ യെസ്, ക്ലിയർ ആണല്ലോ? ഇത്രയും പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഫോർത്ത് ഗ്രൂപ്പും തേർഡ് ഗ്രൂപ്പും ഡോപ്പ് ചെയ്യുന്നത് പി ടൈപ്പ്, ഫോർത്ത് ഗ്രൂപ്പും ഫിഫ്ത്ത് ഗ്രൂപ്പും ഡോപ്പ് ചെയ്യുന്നത് എൻ ടൈപ്പ്. പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ്, മൈനോറിറ്റി കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺ. എൻ ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഫ്രീ ഇലക്ട്രോണും മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസും ആണ്. പി യു എന്നും കമ്പൈൻ ചെയ്യുന്നു. ഒരു എക്സാമ്പിളായിട്ട് പിയിൽ ഒരു 6 ഹോളും എന്നിൽ 6 ഫ്രീ ഇലക്ട്രോണും എടുത്തു. കോമ്പിനേഷൻ നടക്കുന്നു. കോമ്പിനേഷൻ നടക്കാനായിട്ട് എക്സ്റ്റേണൽ വോൾട്ടേജിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയിൽ ഹോള് കൂടുതൽ, സ്വാഭാവികമായിട്ടും പിയിലെ ഹോള് എന്നിലോട്ട് പോകും അല്ലേ. അതായത് ചാർജ് കൂടിയ സ്ഥലത്ത് നിന്ന് ചാർജ് കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. എന്നിൽ എന്താ കൂടുതൽ? ഫ്രീ ഇലക്ട്രോൺസാണ് കൂടുതൽ. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് പറ്റുന്നു? ഫ്രീ ഇലക്ട്രോൺസ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. ഓക്കെ, ഡ്രെയിൻ ചെയ്യുന്നു. എന്നിൽ നിന്ന് പിയിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നു. പിയും എന്നും. പിയിൽ നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത് 3 റെഡ്യൂസ് ചെയ്യുന്നു. എന്നിലെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നുള്ളത് 3 റെഡ്യൂസ് ചെയ്യുന്നു. എന്ത് പറ്റും? പിയിൽ നെഗറ്റീവ് അയോൺസ് ഫോം ചെയ്യുന്നു, എന്നിൽ പോസിറ്റീവ് അയോൺസും ഫോം ചെയ്യുന്നു. പിയിൽ നെഗറ്റീവ് അയോൺസ്, എന്നിൽ പോസിറ്റീവ് അയോൺസും. നെഗറ്റീവ് അയോൺസിന് നമ്മൾ പറയുന്ന പേര് അക്സെപ്റ്റർ അയോൺസും, പോസിറ്റീവ് അയോൺസിന് നമ്മൾ പറയുന്ന പേര് ഡോണർ അയോൺസും. ഓക്കെ, നെഗറ്റീവ് അയോൺസ് വി കോൾ ഇറ്റ് ആസ് അക്സെപ്റ്റർ അയോൺസും, പോസിറ്റീവ് അയോൺസിന് നമ്മൾ പറയുന്ന പേര് ഡോണർ അയോൺസും. ഓക്കെ, ഫോർവേഡ് ബയസിംഗ് ഉണ്ട്, അതുപോലെ റിവേഴ്സ് ബയസിംഗ് ഉണ്ട്. ഫോർവേഡ് ബയസിംഗിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, റിവേഴ്സ് ബയസിംഗിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. അതുപോലെ വേറൊരു കാര്യം അറിയേണ്ടത്, ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്ലീഷൻ റീജിയൻ റെഡ്യൂസ് ചെയ്യും. ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ റെഡ്യൂസസ്. അതേപോലെ റിവേഴ്സ് ബയസ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസസ്. ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസസ്. റിവേഴ്സ് ബയസിംഗിൽ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ് ചെയ്യുന്നു. ഫോർവേഡ് ബയസിംഗിൽ ഡിപ്ലീഷൻ റീജിയൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ബയസിംഗിൽ റിവേഴ്സ് ബയസിംഗിൽ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ് ചെയ്യുന്നു. ഫോർവേഡ് ബയസിംഗിൽ എന്ത് പറ്റുന്നു? ഡിപ്ലീഷൻ റീജിയൻ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, യെസ്. ഓക്കെ, നമ്മൾ ഫോർവേഡ് ബയസിംഗ് അതേപോലെ റിവേഴ്സ് ബയസിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞായിരുന്നു. ഓക്കെ, അത്രയും. ഇനി ആക്ച്വലി ഡയോഡിന് 2 മോഡലുണ്ട്. ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ഐഡിയൽ മോഡലും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡലും. ഫസ്റ്റ് വൺ ഐഡിയൽ മോഡലും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡൽ. ഓക്കെ, അങ്ങനെ 2 മോഡലുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഐഡിയൽ, സെക്കൻഡ് വൺ പീസ് വൈസ് മോഡൽ. ഓക്കെ, ഈ പീസ് വൈസ് മോഡലിൽ തന്നെ 2 കേസ് വരുന്നുണ്ട് പീസ് വൈസ് മോഡലിൽ. ഓക്കെ, ഒന്ന് RF = 0 വരുന്ന കേസും RF എക്സിസ്റ്റ് ചെയ്യുന്ന കേസും. ഇതിൽ ഐഡിയൽ മോഡലാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഐഡിയൽ മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇത് വോൾട്ടേജും അതേപോലെ ഇത് കറണ്ടും എടുക്കുന്നു 0. ഓക്കെ, കറണ്ടും വോൾട്ടേജ്. ഓക്കെ, ഇതായിരിക്കും ഐഡിയൽ മോഡലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. കാരണം ഈ ഫോർവേഡ് റെസിസ്റ്റൻസ് ഇല്ല, അതായത് ഫോർവേഡ് റെസിസ്റ്റൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡൽ. പീസ് വൈസ് മോഡലിൽ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഈ വി ഗാമയായിട്ട് എടുക്കുന്നത്. ഈ വി ഗാമയുടെ വാല്യൂ, ഇത് വോൾട്ടേജും അതുപോലെ ഇത് കറണ്ടുമാണ്. വോൾട്ടേജും ഇത് കറണ്ടും. ഇവിടെ വി ഗാമ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഓക്കെ, ഐഡിയൽ മോഡൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡ് ഉടനെ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഒരു റെസിസ്റ്റൻസ് ഒന്നും അവിടെ ഓഫർ ചെയ്യുന്നില്ല. ഫോർവേഡ് ബയസ് ചെയ്ത ഉടനെ തന്നെ ഡയോഡ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ മോഡൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പീസ് വൈസ് മോഡലിൽ അവിടെ ഒരു വി ഗാമ വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വി ഗാമ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സിലിക്കൻ്റെ കേസിൽ 0.7ഉം ജെർമേനിയത്തിൻ്റെ കേസിൽ എന്തായിരിക്കും? 0.3. ജെർമേനിയത്തിന് 0.3. ഓക്കെ, ഇതാണ്. തേർഡ് വണ്ണിൽ സെക്കൻഡ് വണ്ണിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റെസിസ്റ്റൻസ് ഇല്ല, RF ഇല്ല, അതായത് ഫോർവേഡ് റെസിസ്റ്റൻസ് ഇല്ല. ജസ്റ്റ് ഫോർവേഡ് വോൾട്ടേജ് കൊടുത്ത ഉടനെ ഡിവൈസ് എന്ത് ചെയ്യുന്നത്? ആ 0.7 വാല്യൂ, 0.7 വോൾട്ട് എന്നുള്ള ഒരു ക്രൈറ്റീരിയ. ആക്ച്വലി ആ 0.7 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡയോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വോൾട്ടേജ് ആണ് ഈ 0.7 എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഡയോഡ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുവാണ്. ഈ മൂന്നാമത്തെ മോഡലിൽ അവിടെ എന്തുകൂടെ വരുന്നുണ്ട്? RF കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത്. ഓക്കെ, ഈ രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ പോയിൻ്റാണ് വി ഗാമ എന്ന് പറയുന്നത്. കാരണം അവിടെ റെസിസ്റ്റൻസ് കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും പോകുന്നത്. ഇങ്ങനെ 3 മോഡൽ ഉണ്ട്. ഈ 3 മോഡലും അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ പീസ് വൈസ് മോഡൽ, ഫസ്റ്റ് വൺ ഐഡിയൽ മോഡൽ, സെക്കൻഡ് വൺ പീസ് വൈസ് മോഡൽ വിത്ത് RF = 0. തേർഡ് വൺ എന്ന് പറയുന്നത് പീസ് വൈസ് മോഡൽ വിത്ത് RF not equal to 0. ഓക്കെ, ഇനി നമ്മൾ ഓരോ ക്ലിപ്പർ സർക്യൂട്ടായിട്ട് നോക്കുകയാണ്.
ക്ലിപ്പർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നെഗറ്റീവ് ക്ലിപ്പർ, second one positive clipper. First one negative clipper, second one positive clipper, third one biased clipper. Third one biased clipper. So negative clipper ഉണ്ട്, അതേപോലെ പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, അതേപോലെ ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട്. ഓരോ സർക്യൂട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലിപ്പർ ആൻഡ് ക്ലാമ്പർ സർക്യൂട്ട്. റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലിപ്പർ ആൻഡ് ക്ലാമ്പർ സർക്യൂട്ട്, അതേപോലെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ്, ഡിഫറൻഷ്യേറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതേപോലെ ക്ലാമ്പർ. ഇതെല്ലാം എന്തായിരിക്കും മോർ ഓർ ലെസ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സാണ്. ഓക്കെ, ഞാനിതിൽ ഫസ്റ്റ് സർക്യൂട്ട് എടുക്കുവാണ്, ഫസ്റ്റ് ക്ലിപ്പർ സർക്യൂട്ട് എടുക്കുവാണ്. ഓക്കെ, അത്ര ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലിപ്പർ സർക്യൂട്ട് എടുക്കുവാണെങ്കിൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് അതിൻ്റെ ബേസിക് വേവ് ഫോം എങ്ങനെയായിരിക്കും, അതേപോലെ അതിൻ്റെ ട്രാൻസിയൻറ്റ് അനാലിസിസ്. ഓക്കെ, ട്രാൻസിയൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക് വേവ് ഫോമും ട്രാൻസിയൻറ്റ് അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ബേസിക് വേവ് ഫോമിൽ നമ്മൾ എടുക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഏതാ ബേസിക് അനാലിസിസിൽ അല്ലെങ്കിൽ ബേസിക് വേവ് ഫോമിൽ. ഇനി ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് അനാലിസിസിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും, റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഏത് കേസിലാണ്? രണ്ടാമത്തെ ട്രാൻസിയൻറ്റ് അനാലിസിസിൽ. ഓക്കെ, അത്രേ. എനിവേ, ഫസ്റ്റ് വൺ ബേസിക് സർക്യൂട്ട്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത്, ഈ സർക്യൂട്ടിനെ നമ്മൾ പറയുന്നത് വി കോൾ ഇറ്റ് എസ് സീരീസ് ലിമിറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, വി കോൾ ഇറ്റ് എസ് സീരീസ് ലിമിറ്റർ. ഓക്കെ, അത്രേ. അല്ലെങ്കിൽ സീരീസ് ക്ലിപ്പർ എന്ന് പറയും. ഓക്കെ, സീരീസ് ലിമിറ്റർ അല്ലെങ്കിൽ സീരീസ് ക്ലിപ്പർ. എന്തുകൊണ്ട് സീരീസ് ക്ലിപ്പർ എന്ന പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡിന് സീരീസ് ആയിട്ടാണ്. ഓക്കെ, ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്നു. ഓക്കെ, വി കോൾ ഇറ്റ് എ സീരീസ് ക്ലിപ്പർ. ഓക്കെ, യെസ്. സോ ഈ ഒരു സർക്യൂട്ടിൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു. ഇൻപുട്ട് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് വഴി എന്ത് ചെയ്യുന്നു? കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? ഇതുവഴിയായിരിക്കും കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. ലോഡ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ലോഡ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നു. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നു. ഓക്കെ, എത്ര? യെസ്. സോ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, എത്ര? സോ ഇത് ഇൻപുട്ടും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ എന്ത് പറ്റും? ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇങ്ങനെയാണ് ഇൻപുട്ട് പോകുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുവാണ്. ആ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഒരു പാർട്ട് ലോഡ് റെസിസ്റ്റൻസ് വഴിയും ഫ്ലോ ചെയ്യും. ഓക്കെ, ഡയോഡ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഒരു പാർട്ട് ലോഡ് റെസിസ്റ്റൻസ് വഴിയും ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് ഏതോ ഒരു റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എത്ര? അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? ഒരു വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ അടുത്തത് വരുന്ന എന്താ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ ഉണ്ടോ? ഇല്ല. ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ ഇല്ല, ഔട്ട്പുട്ടും ഇല്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് കറണ്ട് ഫ്ലോ ഇല്ല, ഔട്ട്പുട്ടും ഇല്ല. വീണ്ടും അടുത്തത് എന്തായിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് ഒരു ബേസിക് സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൽ ഏത് പാർട്ടാണ് ക്ലിപ്പായി പോകുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണോ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണോ? ഓരോ സെക്ഷൻ്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ ക്ലിപ്പായി പോവുകയാണ് അല്ലേ? ഓരോ സെക്ഷൻ്റെയും
നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ ക്ലിപ്പായി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്നത് നെഗറ്റീവ് ക്ലിപ്പർ എന്നാണ് പറയുന്നത്. ഈ സർക്യൂട്ടിനെ നമ്മൾ പറയുന്നത് നെഗറ്റീവ് ക്ലിപ്പർ എന്നാണ്. ഇതേ സർക്യൂട്ടിൽ ഡയോഡ് തിരിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് പോസിറ്റീവ് ക്ലിപ്പർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ ഉണ്ട്. ഈ നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ആ ഒരു ഗ്രാഫ് കൂടെ ഒന്ന് പറയാം. ഓക്കെ, എത്ര ഓക്കെ. സോ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. സോ ഈ സർക്യൂട്ടിൽ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയോഡ് ഓഫ് എന്നുള്ള കണ്ടീഷനാണ്. ഡയോഡ് ഓഫ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഡയോഡ് ഓഫും ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയോഡ് ഓണും ആയിരിക്കും. ഡയോഡ് ഓൺ. ഇതാണ് ഒരു ബേസിക് സീരീസ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ക്ലിപ്പ് ചെയ്ത് കളയുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ഇതേ സർക്യൂട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സർക്യൂട്ടിൽ തന്നെ ഒരു സീരീസ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ക്ലിപ്പർ, അതായത് പോസിറ്റീവ് സെക്ഷനെ ക്ലിപ്പ് ചെയ്യുന്ന രീതിക്ക് സർക്യൂട്ട് വരയ്ക്കാനായിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൽ ഈ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്ന നേരെ തിരിച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് പകരം ഡയോഡ് നേരെ തിരിച്ച് കണക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് അത് തന്നെയാണ്, ഇൻപുട്ട് ഗ്രാഫ് എന്ന് പറയുന്നത് അതേ ഗ്രാഫ് തന്നെയാണ്. ഔട്ട്പുട്ടിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ഓക്കെ, അതേപോലെ ഈ ക്യാരയിലും വ്യത്യാസം വരും. ഓക്കെ, എത്രയാണ്. അപ്പോൾ ഇതിലെന്ത് പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആനോഡ് എന്ത് കിട്ടണം, ആനോഡിന് പോസിറ്റീവും കാഥോഡിന് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്തായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ആനോഡിന് പോസിറ്റീവും കാഥോഡിന് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്തായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ എപ്പോഴാണ് ആനോഡിന് പോസിറ്റീവും കാഥോഡിന് നെഗറ്റീവും കിട്ടുന്നത്, ലിസൺ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. നമ്മളിവിടെ പോസിറ്റീവ് കൊടുക്കുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ പോയിന്റിൽ പോസിറ്റീവും ഈ പോയിന്റിൽ സീറോവും ആയിരിക്കും. അതായത് കാഥോഡിൽ പോസിറ്റീവും ആനോഡിൽ സീറോവും ആയിരിക്കും. ഡയോഡ് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. ആനോഡിന് എപ്പോഴും കൂടുതൽ വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. കാഥോഡിനേക്കാളും ആനോഡിന് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്ന സമയത്തായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഈ പോയിന്റിൽ നെഗറ്റീവും ആണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. തിരിച്ച് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ പോയിന്റിൽ നെഗറ്റീവും ഇവിടെ സീറോവും ആയിരിക്കും വരുന്നത്. ഓക്കെ, മുകളിലത്തെ പോയിന്റിൽ നെഗറ്റീവും താഴെ വരുന്നത് സീറോവും ആയിരിക്കും. ആ കേസിൽ ഡയോഡ് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ഓരോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും. ഓരോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓരോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഒരു ബേസിക് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് ബേസിക് പോസിറ്റീവ് ക്ലിപ്പർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, എത്രയും ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് പോലെ ഈ പോർഷൻ ഓഫായിരിക്കും. ഈ പോർഷൻ ഓഫും ഇത് വന്നിട്ട് കണ്ടക്റ്റിങ്ങും ആയിരിക്കും. ഓക്കെ, ഈ പോർഷൻ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ വോൾട്ടേജ് കൊടുത്തു, വൈ ആക്സിസിൽ കറണ്ട് എടുത്തു. ഓക്കെ, ഈ ആക്സിസിൽ കറണ്ട് എടുത്തു. ഇവിടെ വരുന്നത് ഡയോഡ് ഓഫ് എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. ഇത് ഡയോഡ് ഓഫ് എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ വരുന്നത് ഡയോഡ് ഓൺ എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. ഡയോഡ് ഓൺ. ഓക്കെ, അപ്പോൾ ഈ റീജിയനിൽ ഡയോഡ് ഓണും ഈ റീജിയനിൽ ഡയോഡ് എന്തായിരിക്കും, ഓഫ് എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. ഇതാണ് ഒരു സീരീസ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സർക്യൂട്ട് നോക്കി, ഒന്ന് നെഗറ്റീവ് ക്ലിപ്പറും രണ്ടാമത്തത് പോസിറ്റീവ് ക്ലിപ്പറും. ഓക്കെ, ഇത്ര നെഗറ്റീവ് ക്ലിപ്പറിൽ നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പ് ചെയ്ത് പോകുന്നു. പോസിറ്റീവ് ക്ലിപ്പറിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് പോർഷൻസ് ആയിരിക്കും ക്ലിപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്ര. ഇനി ഇതുപോലെ വേറൊരു സർക്യൂട്ടുണ്ട്. ഇതിൽ ഒരു പർട്ടിക്കുലർ റെഫറൻസ് വോൾട്ടേജ് തന്നിട്ട് ആ റെഫറൻസ് വോൾട്ടേജിനേക്കാളും ഹയർ ആയിട്ടോ അല്ലെങ്കിൽ ലോവർ ആയിട്ടോ വരുന്ന ഒരു സർക്യൂട്ട്. ഓക്കെ, അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് ബയാസ്ഡ് ക്ലിപ്പർ എന്നാണ് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് ബയാസ്ഡ് ക്ലിപ്പർ. ഓക്കെ, അപ്പോൾ അടുത്ത സർക്യൂട്ട് എന്ന് പറയുന്നത് ബയാസ്ഡ് ക്ലിപ്പർ ആണ്. നെക്സ്റ്റ് വൺ ബയാസ്ഡ് ക്ലിപ്പർ. നൗ നമ്മൾ ഓൾറെഡി സീരീസ് ക്ലിപ്പറിൻ്റെ രണ്ട് സർക്യൂട്ട് നോക്കിയിരുന്നു.
ഒന്ന് നെഗറ്റീവ് ക്ലിപ്പറും സെക്കൻഡ് വൺ പോസിറ്റീവ് ക്ലിപ്പറും. അതുപോലെ ഒരു 3 സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലിപ്പിംഗ് എബവ് VR. ഒരു VR എന്ന് പറയുന്നത് ഒരു റെഫറൻസ് വോൾട്ടേജ്, നമ്മൾ എടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ്, ആ പർട്ടിക്കുലർ വോൾട്ടേജിന് മുകളിൽ ക്ലിപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സർക്യൂട്ട്, ക്ലിപ്പർ സർക്യൂട്ട്. ക്ലിപ്പർ സർക്യൂട്ട് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാമേ, ഇതിനകത്ത് പല കോമ്പിനേഷൻസ് വരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലിപ്പിംഗ് ബിലോ VR. VR എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്, അതിന് താഴത്തെ പോർഷൻസിനെ ക്ലിപ്പ് ചെയ്യുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ DC വോൾട്ടേജ് കൂടെ എക്സ്റ്റേണൽ ആയിട്ട് കാണിച്ചിരിക്കുന്നു, ഒരു അഡീഷണൽ DC സപ്ലൈ വോൾട്ടേജ് സീരീസ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. അങ്ങനെ 3 സർക്യൂട്ട്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കോണേ, ക്ലിപ്പിംഗ് എബവ് VR. ഈ 2 സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം, ക്ലിപ്പിംഗ് എബവ് VR ഈ കേസിൽ ഡയോഡ് ആനോഡ് കാഥോഡ് പോസിറ്റീവ് നെഗറ്റീവ്. ഹിയർ ആനോഡ് കാഥോഡ് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ആ ഒരു സർക്യൂട്ട് ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് കേസ്, ഈ കേസിൽ എപ്പോഴാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്? ഇൻപുട്ട് വേവ് ഫോം തന്നിട്ടുണ്ട്. അതേപോലെ VR എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ആണ്, ആ ലൈൻ കാണിച്ചിട്ടുണ്ട്. VM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ. ഓക്കെ, VM മാക്സിമം വാല്യൂ. ഓക്കെ, എത്ര? സോ ഏത് സമയത്താണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്? ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് ആനോഡിലെ വാല്യൂ കാഥോഡിലെ വാല്യൂവിനേക്കാളും കൂടുന്ന സമയത്ത്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കൊടുത്തിരിക്കുവാണ്. ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുവാണ്. ഓക്കെ, ഇൻപുട്ടിൽ ആദ്യം ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ പോയിന്റിലെ വാല്യൂ എത്രയാണ്? ഇപ്പം ഈ പോയിന്റിലെ വാല്യൂ ഫിക്സഡ് ആണ്. ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് VR ആണ്. ഫോർ എക്സാമ്പിൾ ആ VR എന്ന് പറയുന്നത് ഒരു 5 വോൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം. VR 5 വോൾട്ടായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിരിക്കും. ഏത് സമയത്താണോ കാഥോഡിലെ വാല്യൂ 5 വോൾട്ടിനേക്കാളും കുറയുന്നത് ആ സമയത്ത് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഏത് സമയത്താണോ കാഥോഡിലെ വാല്യൂ 5 വോൾട്ടിനേക്കാളും കുറവായിട്ട് നിൽക്കുന്നത് ആ സമയത്ത് മാത്രമേ ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. കാഥോഡിലെ വാല്യൂ 5 വോൾട്ടിനേക്കാളും കുറയുന്നത് എപ്പോഴായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് വെച്ചിട്ട് ഇത് 5 വോൾട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് താഴെ ആണല്ലോ, ഈ VRന് താഴെയായിരിക്കും കാഥോഡിലെ വാല്യൂ 5 വോൾട്ടിനേക്കാളും കുറവായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് ഡയോഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ അത്രയും സമയം ഇൻപുട്ട് എന്താണോ അത് നമുക്ക് ഔട്ട്പുട്ട്. കാരണം ഡയോഡ് കണ്ടക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കണ്ടക്ഷൻ നടക്കുന്നത്, ഈ രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലോഡ് റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ലോഡ് റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ഇത്ര. ഓക്കെ, അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത്രയേ ആയിരിക്കും. ഓക്കെ, അതായത് ആ VRന് താഴെയുള്ള പോർഷൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫുള്ളായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഓക്കെ, VRന് താഴെയുള്ള വാല്യൂവും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫുള്ളായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഇനി എബോവ് VR എന്ത് പറ്റും? എബോവ് VR എടുത്തു കഴിഞ്ഞാൽ VRന് മുകളിൽ ഇവിടുത്തെ വാല്യൂ VRനേക്കാളും കൂടുതലായിരിക്കും. ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് VR എന്ന് പറയുന്ന 5 വോൾട്ട് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ എന്ത് പറ്റുന്നു? ആനോഡിലെ വാല്യൂ കാഥോഡിനേക്കാളും കാഥോഡിലെ വാല്യൂ ആനോഡിനേക്കാളും കൂടുതലായിട്ട് വരുന്നു. കാഥോഡിലെ വാല്യൂ ആനോഡിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഡയോഡ് കണ്ടക്ട് ചെയ്യോ? ഇല്ല, ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, ആ പോയിന്റിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ കേസിൽ 0 ആണ്, ഈ കേസിലും ഔട്ട്പുട്ട് വന്നിട്ട് 0 ആണ്. ഓക്കെ, ഇതാണ് ക്ലിപ്പിംഗ് എബോവ് VR എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ വരച്ച സർക്യൂട്ടിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ VR എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ലെവൽ നമ്മളിവിടെ എടുക്കുന്നു. ആ വോൾട്ടേജ് ലെവലിന് മുകളിലാണെങ്കിൽ ഡിവൈസ് കണ്ടക്ട് ചെയ്യും. ആ വോൾട്ടേജ് ലെവലിനേക്കാളും താഴെ, ആ വോൾട്ടേജ് ലെവലിന് താഴെയാണെങ്കിൽ ഡിവൈസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, വോൾട്ടേജ് ലെവലിന് മുകളിലാണെങ്കിൽ ക്ലിപ്പ് ആവും. അതുകൊണ്ടാണ് ക്ലിപ്പിംഗ് എബോവ് VR എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എത്ര? ഇപ്പോൾ VR എടുക്കുന്നു, ഇവിടുത്തെ വോൾട്ടേജ് VR ആണ്. ഇൻപുട്ടിലെ വാല്യൂ ഇതാണല്ലോ ഇൻപുട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇൻപുട്ടിലെ വാല്യൂ VRന് താഴെ നിൽക്കുന്ന സമയത്ത്, അതായത് ഇത്രയും പോർഷൻ ഈ പോയിന്റിലെ വാല്യൂ കാഥോഡിലെ വാല്യൂ ആനോഡിലെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ആ സമയത്ത് ഡിവൈസ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആ പോർഷൻ എങ്ങനെയാണോ വരുന്നത് അത് അതുപോലെ നമുക്ക് ഗ്രാഫ് കിട്ടും. ഇത്രയും കിട്ടും, അതേപോലെ ഈ റീജിയൻ അതുപോലെ കിട്ടും. ഇനി എബോവ് VR എന്ത് പറ്റും? എബോവ് VR ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, എബോവ് VR ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഡിവൈസ് വന്നിട്ട് എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. എബോവ് VR ഡിവൈസ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്ലിപ്പിംഗ് എബോവ് VR എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ക്യാരയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് VR എന്ന് പറയുന്ന വോൾട്ടേജ്. VRന് മുകളിൽ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ക്ലിപ്പിംഗ് ആയിരിക്കും. VRന് താഴെ ഡിവൈസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ ഡയോഡ്
ഓഫ് ആവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡയോഡ് ഓഫ് ആവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ റീജിയനാണ്. ഓക്കെ, ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന ഇത് ഡയോഡ് ഓഫ് ആണ്. ഈ റീജിയൻ എന്ന് പറയുന്നത് ഡയോഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ റീജിയൻ എന്ന് പറയുന്നത് ഡയോഡ് കണ്ടക്ടിങ് സ്റ്റേറ്റ്. ഡയോഡ് കണ്ടക്ടിങ് സ്റ്റേറ്റിൽ എന്താണോ ഇൻപുട്ട് അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇൻപുട്ട് എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് തന്നെ രണ്ട് രീതിയിൽ കാണിക്കാമേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവിനെ തിരിച്ച് ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആക്കാം. ഓക്കെ, ഡയോഡ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവിനെ തിരിച്ച് ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആക്കാം. അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്. അത് നമുക്ക് ദാറ്റ് വി ക്യാൻ സീ ലേറ്റർ. ഓക്കെ, നൗ രണ്ടാമത്തെ സർക്യൂട്ട് ഇതിന് ക്ലിപ്പിംഗ് എബോവ് വി ആർ. ഓക്കെ, ക്ലിപ്പിംഗ് എബോവ് വി ആർ, അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എടുക്കുന്നു. ആ വോൾട്ടേജിന് മുകളിൽ വരുന്ന വാല്യൂവിന് ക്ലിപ്പിംഗ് ബിലോ വി ആർ, ആ ഒരു വോൾട്ടേജിന് താഴെ വരുന്ന റീജിയൻ ക്ലിപ്പ് ആകണം. അതിന് മുകളിലുള്ള ഗ്രാഫ് അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഗ്രാഫ് ഇത് ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? ഈ രീതിയിൽ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് പറ്റും? ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ വി ആർ എന്നുള്ള വോൾട്ടേജ് ആണ്. വി ആർ എന്നുള്ളത് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് ആയിട്ട് എടുക്കാം. ഈ പോയിന്റിലെ വാല്യൂ 5 വോൾട്ട് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇൻപുട്ടിലെ വാല്യൂ 5 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇൻപുട്ടിലെ വാല്യൂ 5 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ ആനോഡിലെ വാല്യൂ കാഥോഡിനേക്കാളും കൂടുതലാണ്. ആനോഡിലെ വാല്യൂ കാഥോഡിനേക്കാളും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഡയോഡ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡ് ഇതുവഴി കണ്ടക്ട് ചെയ്യും. കറണ്ട് കണ്ടക്ഷൻ ഇതുവഴി നടക്കുന്നു അല്ലേ? കറണ്ട് കണ്ടക്ഷൻ ഇതുവഴി നടക്കുന്നു. സോ വി ആറിന് മുകളിലുള്ള പോർഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, വി ആറിന് മുകളിൽ. വി ആറിന് താഴെ എന്ത് പറ്റും? ഇൻപുട്ടിലെ വാല്യൂ ഈ 5 വോൾട്ടിനേക്കാളും താഴോട്ട് പോകുന്ന സമയത്ത് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിനേക്കാളും ഇവിടുത്തെ വാല്യൂ കുറയുവാണ്. ഓക്കെ, ഈ പോയിന്റിനേക്കാളും ഇവിടുത്തെ വാല്യൂ കുറയുന്നു. അപ്പോൾ എന്ത് പറ്റും? ഔട്ട്പുട്ട് ഉണ്ടാകത്തില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. ഔട്ട്പുട്ട് പിന്നെ കട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരയും കാണിച്ചിട്ടുണ്ട്. ഇത് വോൾട്ടേജും അതുപോലെ ഇത് കറണ്ടും. ഓക്കെ, ഇത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ വി ആർ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. വി ആർ എന്ന് പറയുന്നത് പോയിന്റ് ഇത്. ഇതിന് മുന്നേ ഡയോഡ് എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതിന് മുകളിൽ ഡിവൈസ് ഓൺ സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത്. ഇത്ര. ഓക്കെ, യെസ്. സെക്കൻഡ് സർക്യൂട്ട് ഇതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. തേർഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അഡീഷണൽ ഡി സി വോൾട്ടേജ് ഇൻ സീരീസ്. ഓക്കെ, അതായത് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു, ഇതിൻ്റെ കൂടെ ഒരു ഡി സി വോൾട്ടേജ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു വി എന്ന് പറയുന്ന ഒരു ഡി സി വോൾട്ടേജ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആ കേസിൽ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ സീരീസ് ക്ലിപ്പറിൻ്റെ അതേ സർക്യൂട്ട് തന്നെയാണ്. ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വി എം എന്ന് കാണിച്ചിരിക്കുന്ന മാക്സിമം വാല്യൂ ആണ്. ഇതിൽ മാക്സിമം വാല്യൂ ആണ്. ഇവിടെയും നേരത്തെ പറഞ്ഞത് ഇവിടെയും ഒരു സർക്യൂട്ട് തിരിച്ചു വരാം. ഇതിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സർക്യൂട്ട് കാണിക്കാം. അതായത് ഇങ്ങനെ വരാം. അതേപോലെ ഇതിൻ്റെത് ഇങ്ങനെ വരാം സർക്യൂട്ട്. മനസ്സിലാവുന്നു? ആ ബേസിക് ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ ഇത് ആനോഡും കാഥോഡും പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ തിരിച്ച് ആനോഡും കാഥോഡും നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആനോഡും കാഥോഡും പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ ആനോഡും കാഥോഡും നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ഇനി ഇങ്ങനെ 4 സർക്യൂട്ടാണ് വരുന്നത്. ഇതിന് ആക്ച്വലി നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് ബയാസ്ഡ് ക്ലിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് ബയാസ്ഡ് ക്ലിപ്പേഴ്സ്. ബയാസ്ഡ് ക്ലിപ്പേഴ്സ്. ഓക്കെ, ഈ സർക്യൂട്ടിന് ബയാസ്ഡ് ക്ലിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്ര. നെക്സ്റ്റ് വൺ, അഡീഷണൽ ഡി സി സപ്ലൈ ഇൻ സീരീസ്. ഇതാ ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇൻപുട്ടിലൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ്റ്റേണൽ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഡയോഡ് കാണിച്ചിട്ടുണ്ട്, ലോഡ് റെസിസ്റ്റൻസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും. എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടെ വോൾട്ടേജ് കാണിക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കറണ്ട് കാണിക്കുന്നു. ഓക്കെ, ഇത്രയും. ഇത് ഇൻപുട്ട് ഗ്രാഫും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണേ, ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് വി എം, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണെന്ന് വെച്ചു. ഓക്കെ, ഇത്രയും. അപ്പോൾ ഇവിടെ ഡയോഡിൽ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 3 വോൾട്ട് ആണെങ്കിൽ, ഓക്കെ, ഡയോഡിലോട്ട് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് -3 ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് -3 ഞാൻ അസ്യൂം ചെയ്യുന്നു. വി എന്നുള്ള വാല്യൂ 3 വോൾട്ട് എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഡയോഡിലോട്ട് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ആ 3 വോൾട്ട് ആയിരിക്കും ഡയോഡിലോട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് നമുക്ക് വി എം വരെയുള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല, മറിച്ച് എന്തായിരിക്കും? ആ റീജിയൻ, അതായത് വി കഴിഞ്ഞിട്ടുള്ള റീജിയൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് ഈ റീജിയൻ കാണിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വി എം മൈനസ് വി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, അത്രേ. അപ്പോൾ ഔട്ട്പുട്ട് ഈക്വൽ ടു വി ഐ മൈനസ് വി. ഓക്കെ, അതെ. അപ്പോൾ ഇവിടുത്തെ കേസിൽ
നേരത്തെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഓക്കെ, ആ കട്ടിൻ വോൾട്ടേജ് കഴിഞ്ഞിട്ടാണ് കണ്ടക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ ഗ്രാഫ് ഇങ്ങനെയാണ്, ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ എന്ത് പറ്റും, വി ഐ മൈനസ് വി, ആ വി എന്നുള്ള വാല്യൂ പോയിട്ടുള്ളതായിരിക്കും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഇൻപുട്ട് വോൾട്ടേജ് വിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഐ മൈനസ് വി ഗാമ ആയിരിക്കും. വി ഗാമ എന്ന് പറയുന്നത് കട്ടിൻ വോൾട്ടേജ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സിലിക്കൻ്റെ കേസിൽ 0.7, ജെർമേനിയത്തിൻ്റെ കേസിൽ 0.3 ആണെന്ന് പറഞ്ഞല്ലോ. അത് അതേപോലെ ഇൻപുട്ടിലെ വാല്യൂ എന്ന് പറയുന്നത് വിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ സർക്യൂട്ട് ക്ലിപ്പിംഗ് ബിലോ വി ആർ. ഓക്കെ, ഈ കേസിൽ ഇൻപുട്ടിലെ വാല്യൂ വി ആറിനേക്കാളും കുറവാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ആർ തന്നെ ആയിരിക്കും. ഇൻപുട്ടിലെ വാല്യൂ വി ആറിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ വി ഐ ലെസ് ദാൻ വി ആർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു വി ആർ ആയിരിക്കും. സെക്കൻഡ് കേസിൽ വി ഐ ഗ്രേറ്റർ ദാൻ വി ആർ ആണെങ്കിൽ വി നോട്ട് ഈക്വൽ ടു വി ഐ ആയിരിക്കും. ഇനി ക്ലിപ്പിംഗ് എബോവ് വി ആർ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വി ഐയുടെ വാല്യൂ വി ആറിനേക്കാളും കുറവാണെങ്കിൽ ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നു. ഇവിടെ വി ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വി ആർ ആണെങ്കിൽ ഡിവൈസ് എന്തായിരിക്കും, ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ 3 സർക്യൂട്ട്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 5 സർക്യൂട്ട് നോക്കിയിട്ടുണ്ട്. ആദ്യത്തേത് സീരീസ് ക്ലിപ്പർ യൂസ് ചെയ്തിട്ട്, അതായത് ലോഡിന് സീരീസ് ആയിട്ട് ഡയോഡ് കണക്ട് ചെയ്യുന്നത് വെച്ചിട്ട് 5 സർക്യൂട്ട് നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലിപ്പർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്ലിപ്പർ, തേർഡ് വൺ ക്ലിപ്പിംഗ് എബോവ് വി ആർ, ക്ലിപ്പിംഗ് ബിലോ വി ആർ, അഡീഷണൽ ഡി സി, സപ്ലൈ ഇൻ സീരീസ്. 5 സർക്യൂട്ട്. ഇനി ഇതുപോലെ വരുന്നതാണ് പാരലൽ ക്ലിപ്പർ എന്ന് പറയുന്നത്. പാരലൽ ക്ലിപ്പർ. അപ്പോൾ ആ ഒരു പാരലൽ ക്ലിപ്പറിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയോഡ് ലോഡിന് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഡയോഡ് ലോഡിന് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാരലൽ ക്ലിപ്പറാണ്. പാരലൽ ക്ലിപ്പറിന് 2 സർക്യൂട്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പാരലൽ ക്ലിപ്പറിൽ ഇത് ഫസ്റ്റ് സർക്യൂട്ടും അതേപോലെ സെക്കൻഡ് സർക്യൂട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിൽ പാരലൽ ക്ലിപ്പർ എന്ന് പറയാനുള്ള റീസൺ? പാരലൽ ക്ലിപ്പർ എന്ന് പറയാനുള്ള കാര്യം, നമ്മൾ ഡയോഡ് കണക്ട് ചെയ്യുന്നത് ലോഡിന് പാരലൽ ആയിട്ടാണ്. ഓക്കെ, ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പാരലൽ ക്ലിപ്പർ എന്ന് പറയുന്നത്. 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നുകിൽ ആനോഡ് മുകളിലും കാഥോഡ് താഴെ വരുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് കാഥോഡ് മുകളിലും ആനോഡ് താഴെ വരുന്ന രീതിയിലും. ഓക്കെ, ഇങ്ങനെ. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടൊരു വോൾട്ടേജ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ടൊരു റെഫറൻസ് വോൾട്ടേജ് കണക്ട് ചെയ്യാം. അങ്ങനെ പല സർക്യൂട്ട്സ്, ഇതിൽ തന്നെ പല സർക്യൂട്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര. എനിവേ, ഈ ആദ്യത്തെ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം, അതേപോലെ അതിൻ്റെ ട്രാൻസിയൻ റെസ്പോൺസ്, അതേപോലെ രണ്ടാമത്തേൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് വേവ് ഫോമും അതിൻ്റെ ട്രാൻസിയൻ റെസ്പോൺസും, ഇതാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. പാരലൽ ക്ലിപ്പറിൻ്റെ ആദ്യത്തെ സർക്യൂട്ട് എടുത്തു, ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ ഇവിടെ ഇത് ഇൻപുട്ട് ക്യാരയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ലേ ഡയോഡ്? ഓക്കെ, എത്ര പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എപ്പോഴാണോ 0.7 കൂടുതൽ, ആ സമയത്തായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. 0.7 എന്നുള്ള വാല്യൂ ഞാനിവിടെ എടുക്കുവാണ്. 0.7 എപ്പോഴാണോ ഇൻപുട്ടിൻ്റെ വാല്യൂ 0.7 കൂടുതൽ, ആ സമയത്തായിരിക്കും ഡയോഡ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ടിലെ വാല്യൂ 0.7 കൂടുന്ന സമയത്തായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എത്രയും ഇൻപുട്ടിലെ വാല്യൂ 0.7 കുറവാണെങ്കിൽ, ഓക്കെ, അതായത് ഈ പോയിന്റിലെ വാല്യൂ, ആക്ച്വലി ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നതുകൊണ്ട് മാത്രം കണ്ടക്ട് ചെയ്യത്തില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ 0.7 കൂടുതലായിരിക്കണം. ഓക്കെ, ആ 0.7 കൂടുതലാണെങ്കിൽ ഡയോഡ് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്ന 0.7 എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന വാല്യൂ. ഓക്കെ, എത്രയാണ്? ഓക്കെ, സോ അതിൻ്റെ മുകളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് ഇല്ല. ആ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്ത് ഇതുവഴി പോവും. ലോഡ് വഴി എന്തില്ല, ലോഡ് വഴി കറണ്ട് ഫ്ലോ ഒന്നുമില്ല. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ലോഡ് വഴി കറണ്ട് ഫ്ലോ ഇല്ല, ഔട്ട്പുട്ട് 0 ആയിരിക്കും. നേരെ മറിച്ച് 0.7 വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ട് വേവ് ഫോമും ഒരുപോലെ ആയിരിക്കും 0.7 താഴെയാണെങ്കിൽ. ഓക്കെ, റിസംബിൾസ് ഇൻപുട്ട്, ഔട്ട്പുട്ട് റിസംബിൾസ് ഇൻപുട്ട്. ഓക്കെ, ഇത്രയും. കാരണം എന്താ, ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, ഈ ലോഡ് വഴിയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ലോഡ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, സർക്യൂട്ട് കിട്ടുന്നു. ഓക്കെ, ഇത്രയും. ഇതാണ് പാരലൽ ക്ലിപ്പറിൻ്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് തന്നെ അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. വി ഗാമ എന്നുള്ള പോയിന്റ് എടുത്തിട്ടുണ്ട്. വി ഗാമ എത്രയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു സിലിക്കൺ ഡയോഡിൻ്റെ കേസിൽ 0.7, ജെർമേനിയത്തിൻ്റെ കേസിൽ അത് എന്താ 0.3. ആ വി ഗാമ എന്നുള്ള വാല്യൂ കാണിച്ചിട്ടുണ്ട്. വി ഗാമയെക്കാളും കൂടുതലാണെങ്കിൽ ഡയോഡ് എന്ത് ചെയ്യുന്നു, ക്ലിപ്പ് ചെയ്ത് പോകുന്നു. വി ഗാമയെക്കാളും കുറവാണെങ്കിൽ എന്തായിരിക്കും, ഇത് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടക്ടിങ് റീജിയൻ ആയിരിക്കും. ഈ റീജിയൻ എന്ന് പറയുന്നത് ക്ലിപ്പിംഗ് റീജിയൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, പാരലൽ ക്ലിപ്പറിൽ തന്നെ
സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇതാണ്, ഡയോഡിനെ തിരിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് പോസിറ്റീവ് നെഗറ്റീവിന് പകരം നെഗറ്റീവ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്? ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ പോയിന്റിലെ വാല്യൂ ഇവിടുത്തെ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം അല്ലേ? ഈ പോയിന്റിലെ വാല്യൂ, അതായത് കാഥോഡിലെ വാല്യൂ ആനോഡിലെ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം, എന്നാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്തുള്ളൂ. ഏത് സമയത്തായിരിക്കും കാഥോഡിലെ വാല്യൂ ആനോഡിനേക്കാളും കുറവായിരിക്കുന്നത്? ഇതാ ഇൻപുട്ട് വേവ് ഫോം നമ്മളിത് എടുക്കുന്നു. ഇൻപുട്ട് വേവ് ഫോം ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, സോ ഏത് സമയത്താണോ ഇൻപുട്ടിലെ വാല്യൂ 0.7 താഴോട്ട് പോകുന്നത്, ഓക്കെ, -0.7 അല്ല -0.7, കാരണം -0.7 എപ്പോഴാണോ താഴോട്ട് പോകുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അതുവരെയും ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, സോ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഇതുവഴിയായിരിക്കും. നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നു? ആ ഗ്രാഫ് എങ്ങനെയാണോ അതുപോലെ കിട്ടും. അതായത് ഇൻപുട്ട് ഗ്രാഫ് എങ്ങനെയാണോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതുപോലെ കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആ 0.7 എത്തുന്നത് വരെ, -0.7 എത്തുന്നത് വരെയും നമുക്ക് അതുപോലെ കിട്ടും. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് കഴിഞ്ഞാൽ ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നില്ല അല്ലേ? ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നു, ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡയോഡ് വഴിയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ലോഡ് വഴി കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. ഇതായിരിക്കും. ആ രണ്ട് സർക്യൂട്ടും തമ്മിൽ കമ്പയർ ചെയ്തോണേ. ഈ കേസിൽ എബോവ് 0.7 ക്ലിപ്പിംഗ് ആയിരിക്കും, ഇവിടെ ബിലോ 0.7 ക്ലിപ്പിംഗ് ആയിരിക്കും. കാരണം ഇവിടെ എബോവ് 0.7 ഡയോഡ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു, ലോഡ് വഴി കറണ്ട് ഫ്ലോ ഇല്ല. ഇവിടെയോ ബിലോ 0.7 ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, ലോഡ് വഴി കറണ്ട് ഫ്ലോ ഇല്ല. ഇതാണ് രണ്ട് സർക്യൂട്ട്. രണ്ടിൻ്റെയും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ, ആദ്യത്തെ കേസിൽ ഇത് ട്രാൻസ്മിറ്റിംഗ് റീജിയനും ഇത് ക്ലിപ്പിംഗ് റീജിയനും. ക്ലിപ്പിംഗ് റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്, ഇത് ക്ലിപ്പിംഗ് റീജിയൻ ആയിരിക്കും, ഇത് ട്രാൻസ്മിറ്റിംഗ് റീജിയൻ ആയിരിക്കും. ആദ്യത്തെ കേസിൽ എന്തായിരിക്കും? ആദ്യത്തെ കേസിൽ ഇത്രയും ട്രാൻസ്മിറ്റിംഗ് റീജിയൻ ആയിരിക്കും, ഇത് ക്ലിപ്പിംഗ് റീജിയൻ ആയിരിക്കും. വി ഗാമ എന്നുള്ള പോയിന്റ് ഇതാണ്. ഓക്കെ, വി ഇൻ ഗ്രേറ്റർ ദാൻ -വി ഗാമ ആണെങ്കിൽ അതെന്തായിരിക്കും? ട്രാൻസ്മിറ്റിംഗ് റീജിയൻ ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിരിക്കും. ഇത് ക്ലിപ്പിംഗ് റീജിയൻ ആയിരിക്കും. വി നോട്ട് ഈക്വൽ ടു -വി ഗാമ, വി ഇൻ ലെസ് ദാൻ -വി ഗാമ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് പാരലൽ സർക്യൂട്ട്, രണ്ടെണ്ണം. ഓക്കെ, എത്ര? ഇനി ഇതുപോലെ തന്നെ പാരലൽ സർക്യൂട്ടിൽ തന്നെ അടുത്ത് വരാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിൽ തന്നെ ബയാസ്ഡ് ക്ലാമ്പേഴ്സ് വരാം. ഓക്കെ, ബയാസ്ഡ് ക്ലിപ്പേഴ്സ് വരാം. ഞാൻ അതിൻ്റെ ഒരു സർക്യൂട്ട് തരാം, ബയാസ്ഡ് ക്ലിപ്പറിൻ്റെ ഒരു സർക്യൂട്ട്. ഓക്കെ, തരാം. ആദ്യത്തേത് പോസിറ്റീവ് ലിമിറ്റിംഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ലിമിറ്റിംഗും ആണ്. ഫസ്റ്റ് വൺ പോസിറ്റീവ് ലിമിറ്റിംഗ്, സെക്കൻഡ് വൺ നെഗറ്റീവ് ലിമിറ്റിംഗ്. ഇത് പോസിറ്റീവ് ലിമിറ്റിംഗ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ലിമിറ്റിംഗ്. ഓക്കെ, സോ ഫാർ നമ്മൾ എത്ര സർക്യൂട്ടാണ് നോക്കിയത്? സോ ഫാർ അതിൽ ആദ്യം സീരീസ് ക്ലിപ്പർ പറഞ്ഞു, സീരീസ് ക്ലിപ്പർ. ഇതിൽ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞ? ആദ്യത്തേത് നെഗറ്റീവ് ക്ലിപ്പർ പറഞ്ഞു, സെക്കൻഡ് വൺ പോസിറ്റീവ് ക്ലിപ്പർ പറഞ്ഞു, നെഗറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് ക്ലിപ്പർ. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താ? ബയാസ്ഡ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് ക്ലിപ്പർ. തേർഡ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബയാസ്ഡ് ക്ലിപ്പർ. ദെൻ അതുപോലെ അടുത്ത സർക്യൂട്ട് എന്തായിരുന്നു? ഇത് സീരീസിൻ്റെ കേസിൽ. അതുപോലെ അടുത്തത് പാരലൽ ക്ലിപ്പർ എടുത്തു, പാരലൽ ക്ലിപ്പർ. ഈ പാരലൽ ക്ലിപ്പർ സർക്യൂട്ടിൽ തന്നെ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്, അതേപോലെ പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, പാരലൽ ക്ലിപ്പറിൽ ആദ്യം കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവ് ക്ലിപ്പറും, രണ്ടാമത്തെന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലിപ്പറും. അപ്പോൾ ക്ലിപ്പർ സർക്യൂട്ട് ഒരുവിധമുള്ള സർക്യൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീരീസിൽ തന്നെ ബയാസ്ഡ് ക്ലിപ്പറിൽ നമ്മൾ രണ്ട് സർക്യൂട്ട് നോക്കിയായിരുന്നു അല്ലേ? ഇതൊരു സർക്യൂട്ട്, ബയാസ്ഡിൽ രണ്ട് സർക്യൂട്ട് നോക്കിയായിരുന്നു. അതുപോലെ പാരലലിൽ രണ്ട് സർക്യൂട്ട്. അപ്പം 4, 5, 6 അല്ലാതെ ഒരു വി ഇൻ -VM, അതായത് ഒരു വോൾട്ടേജിനേക്കാളും കുറവുള്ള, അങ്ങനെ 7 സർക്യൂട്ടാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ക്ലിപ്പർ എന്നുള്ള പോർഷനകത്ത് 7 സർക്യൂട്ട്. ഇതുപോലെ സർക്യൂട്ട്സ് പല രീതിയിൽ വരാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു 7 സർക്യൂട്ടാണ് ക്ലിപ്പർ എന്നുള്ള സർക്യൂട്ടിൽ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് ഇതേപോലെ വരുന്ന ഒരു പോർഷനാണ് ക്ലാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാമ്പർ അതിൽ രണ്ടെണ്ണം ഉണ്ട്, പോസിറ്റീവ് ക്ലാമ്പർ ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ക്ലാമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിപ്പറും ക്ലാമ്പറും രണ്ട് പോർഷൻ, ഈ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്, ക്ലിപ്പേഴ്സും അതേപോലെ ക്ലാമ്പേഴ്സും. ഓക്കെ, താങ്ക് യു.